അന്നം കൊടുക്കണ മുതലാളി വിവരക്കേടിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു വസ്തുത പറഞ്ഞു. അതിനെ എങ്ങനെയാണ് തീറ്റിപ്പോറ്റുന്ന അടിമ ന്യായീകരിച്ചു കൊടുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണണം. കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഏഷ്യാനെറ്റ് മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസമാണ് സകലരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആ യാഥാർത്ഥ്യം പറഞ്ഞത്. സുരക്ഷാ വീഴ്ച ഉണ്ടത്ര. സർക്കാരിന്റെ വലിയ തോതിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ എന്താണ് താങ്കളുടെ? അല്ല, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്കെല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന, കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെന്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെന്റ് നോക്കും. സ്വാഭാവികമായിട്ടും മുതലാളി ഏറി കയറുമല്ലോ. മുതലാളി മറ്റൊരു സത്യപാൽ മാലിക്കായി. യാഥാർത്ഥ്യം എന്താണോ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കാവസ്ഥ കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതിന് ശേഷമാണ് അക്കിടി പറ്റിയത് തിരിച്ചറിഞ്ഞത്. ഉടനെ അടിമയെ വിളിച്ചു പറഞ്ഞു, പോയി ന്യായീകരിക്കടാ ജോണിൻ്റെ മോനെ. ഉടനടി ജോണിൻ്റെ മോൻ എന്ത് ചെയ്തു എന്നല്ലേ ഇതേ കേട്ടെ. സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യത്തിന് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് സംശയമുള്ള ആളുകൾ പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരാണെന്ന വ്യാഖ്യാനമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത്. കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കാതുകളെ വിശ്വാസമുണ്ടോ? നിങ്ങളെ കണ്ണുകളെ വിശ്വാസമുണ്ടോ? എങ്കിൽ ഈ പറഞ്ഞതും നേരത്തെ മുതലാളി പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങളൊന്ന് കേട്ടെ. BJP സർക്കാരിന്റെ വലിയ തോതിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ എന്താണ് താങ്കളുടെ? അല്ല, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്കെല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന, കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെന്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെന്റ് നോക്കും. കേട്ടല്ലോ, എന്തുകൊണ്ടാണ് ജോണിൻ്റെ മോൻ എന്ന ഭജന കച്ചേരിക്കാരനെ അടിമേ എന്ന് വിളിക്കുന്നു എന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? മുതലാളി പറഞ്ഞു പ്രശ്നമാണ്. പക്ഷേ മുതലാളി പറഞ്ഞ അങ്ങനെയല്ല, ഇങ്ങനെ അതിനൊരു അർത്ഥമുണ്ടെന്ന് മലയാള ഭാഷ അറിയാവുന്നവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അടിമകൾ ഇതുപോലെ പറയും. ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ആധികാരികമായി സമർത്ഥിക്കും. എന്തുകൊണ്ട്? വയറ്റിപ്പഴപ്പ് ഒരു പ്രശ്നമല്ലേ? പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെയാണ് ഈ നാട്ടിലിരുന്നു കൊണ്ട് എല്ലാ കാര്യത്തിലും നിഷ്പക്ഷത പുലർത്തുന്ന ചില അടിമക്കണ്ണന്മാർ. ഇവരുടെ വാക്കും കേട്ടുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം അങ്ങ് സംഭവിക്കുമെന്ന് കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇവരെന്നും, ഇവർക്ക് ഒരു തരത്തിലും നിയന്ത്രണമില്ല എന്ന് നാക്കുകൊണ്ട് പറയും, പക്ഷേ പ്രവൃത്തി കൊണ്ട് സ്വയം തെളിയിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുട്ടിലിഴയുന്ന അടിമക്കണ്ണന്മാരാണ് ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോനും സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെയുള്ള എല്ലാത്തരം സ്റ്റാഫുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്.